ഇപ്പോൾ രാഹുൽ ഗാന്ധിയാന്ന് ഇന്നലെ ഉറപ്പിച്ചു. അപ്പം നിങ്ങൾ രണ്ടുപേരും അവിടെ ഒന്നിച്ച് ഫൈറ്റ് ചെയ്യുമ്പോൾ ഇത് നൽകുന്നൊരു മെസ്സേജ് എത്രത്തോളം ബി ജെ പിക്കെതിരെയുള്ള ഒരു ഫൈറ്റിൽ നിങ്ങൾ രണ്ടുപേരും ഇവിടെ മത്സരിക്കുന്ന എത്രത്തോളം അതൊരു മോശമായിട്ടല്ലേ വരിക? അല്ല, ഞങ്ങളെ സംബന്ധിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഈ രാജ്യത്തെ സംബന്ധിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ്, അതീവ നിർണായകമായിട്ടുള്ളൊരു തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിൽ പരമാവധി ഇടതുപക്ഷ മതേതര ജനാധിപത്യ പ്രസ്ഥാനത്തിലെ പ്രതിനിധികൾ വിജയിച്ചു വരിക, ഈ ശക്തികൾക്കെതിരായി പോരാടാൻ കെൽപ്പുള്ളവർ വിജയിച്ചു വരിക എന്നുള്ളതാണ് ഇടതുപക്ഷത്തിൻ്റെ ഒരു നിലപാട്. അതിനനുസരിച്ചാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുകയും കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള 20 മണ്ഡലത്തിൽ നടത്തി പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. അപ്പം ഞങ്ങളുടെ രാഷ്ട്രീയം വളരെ വ്യക്തമാണ്, ഫാസിസത്തിനെതിരായ രാഷ്ട്രീയമാണ്. അതിനെ പരാജയപ്പെടുത്തിയെങ്കിലേ ഈ രാജ്യത്തിനും ഈ രാജ്യത്തെ ജനങ്ങൾക്കും നിലനിൽപ്പുള്ളൂ എന്ന് മനസ്സിലാക്കുന്ന മനുഷ്യരുടെ രാഷ്ട്രീയമാണ് ഞങ്ങളുടേത്. താങ്കൾ ചോദ്യത്തിന് അത് തീർച്ചയായിട്ടും അതിൻ്റെയൊക്കെ ഉത്തരം പറയേണ്ടത് കോൺഗ്രസ്സുകാരാണ്. രാഹുൽ ഗാന്ധിയെ പോലെ ഒരു കോൺഗ്രസിൻ്റെ ഒരു ദേശീയ നേതാവ്, അതുപോലെ തന്നെ ഇന്ത്യ മുന്നണിയുടെ ഒരു ലീഡർ, അദ്ദേഹത്തെ വെറും ഒരു കേരള കോൺഗ്രസ്സുകാരനാക്കി മാറ്റി അതിൻ്റെ ഉത്തരവാദിത്തം ആർക്കൊക്കെയാണ് അവരത് ഏറ്റെടുക്കണം എന്നുള്ളത് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. അങ്ങനെ ഒരു അവസരം അവർക്ക് അങ്ങനെയൊന്നും ഉണ്ടെങ്കിൽ, അങ്ങനെയൊന്നും വരുന്നുവെങ്കിൽ അതിന് അവസരമുണ്ടാക്കിയത് കോൺഗ്രസ്സാണ് അത് പരിഹരിക്കേണ്ടതും അതിന് മറുപടി പറയേണ്ടതും.